വ്യാഴാഴ്ച രാത്രിയും ജമ്മു കശ്മീരിലെ ഇന്ത്യൻ ഔട്ട്പോസ്റ്റുകളിൽ പാക് സൈന്യത്തിന്റെ വെടിവെപ്പുണ്ടായി. ഇന്നലെ വൈകിട്ട് ആർഎസ്പുര സെക്ടറിലും പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും ഇന്ത്യൻ അതിർത്തി സുരക്ഷാ സേന ശക്തമായി തിരിച്ചടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിർത്തി ശാന്തമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധം പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് സൂചന. പാകിസ്ഥാനേക്കാൾ രണ്ടിരട്ടി അധികം സൈനികരെയാണ് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത്. അതിർത്തി തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു. സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഇന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കാണുന്നുണ്ട്. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ഫ്ളാഗ് മീറ്റിംഗ് വേണമെന്ന് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ മഹാരാഷ്ട്രയിൽ നടന്ന പ്രചരണ റാലിയിൽ പാകിസ്ഥാന്റെ പഴയ ശീലങ്ങൾ തുടരാൻ ഇന്ത്യ അനുവദിക്കില്ലെന്ന് മോദിയും പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച അർണിയയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് തുടക്കമായത്. വെടിവെപ്പിൽ ഇതുവരെ 8 പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.